വാർത്തകളിലേക്ക് വീണ്ടും. ഉത്തർപ്രദേശിന്റെ ബഹുജൻ രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ ലീഡർ ഇത്തവണ പാർലമെന്റിലുണ്ടാകും. പടിഞ്ഞാറൻ യുപിയിൽ നിന്ന് തുടങ്ങി സംസ്ഥാനമാകെ പടർന്ന റാഡിക്കൽ ദളിത് രാഷ്ട്രീയ ധാരയുടെ പുതിയ മുഖം. കഴുത്തിൽ നീല ഷാളും മുകളിലേക്ക് പിരിച്ചുവെച്ച മീശയും കറുത്ത കണ്ണടയും വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്ന നേതാവ്. ഭീം ആർമി എന്ന സംഘടനയിലൂടെ അയാൾ യുപിയിലെ ദളിത് രാഷ്ട്രീയത്തിന്റെ ആത്മവിശ്വാസത്തെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ അയാളുണ്ടാകും. പൂജാരിമാരെ കൊണ്ട് ചടങ്ങ് നടത്തി മോദി പുതുക്കിപ്പണിത പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ എംപിമാരുടെ നിരയിൽ. ബിജെപിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് കലഹിച്ചും BSPയുടെ വീര്യമില്ലായ്മയോട് ഇടഞ്ഞും ബഹുജൻ രാഷ്ട്രീയം ശക്തമായ ഭാഷയിൽ സംസാരിക്കാൻ. നീലഷാളും പിരിയൻ മീശയുമായി ഉച്ചത്തിൽ ദളിത് രാഷ്ട്രീയം സംസാരിക്കുന്ന ബഹുജൻ പ്രസ്ഥാനത്തിലെ കൾട്ട് ഫിഗർ ആസാദ് രാവൺ എന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ ആസാദ്. 10 വർഷം കൊണ്ട് പടിഞ്ഞാറൻ യുപിയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഭീം ആർമി നേതാവ്. ഒന്നര ലക്ഷം വോട്ടിന് ജയിച്ച ഭീം ആർമി നേതാവ്, UAPA ചുമത്തപ്പെട്ട നേതാവ്, ദളിത് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ. കാൻഷിറാമിനെ രാഷ്ട്രീയമായി മറന്ന് BSPയും മായാവതിയും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന വിമർശനമുന്നയിച്ച് ദളിത് മേഖലകളിൽ പുതിയ വോട്ട് ബാങ്ക് രൂപപ്പെടുത്തിയാണ് UP രാഷ്ട്രീയത്തിൽ ആസാദ് രാവൺ ഇടം പിടിച്ചത്. ഈ പൊതുതെരഞ്ഞെടുപ്പിൽ ആസാദ് സമാജ് പാർട്ടി കാൻഷിറാം എന്ന പേരിൽ ഭീം ആർമിയെ ചന്ദ്രശേഖർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റി. ഈ നീക്കം ഫലം കണ്ടു. 1.5 ലക്ഷം വോട്ടിന് ബിജ്നൂറിലെ നജിന മണ്ഡലത്തിൽ നിന്ന് ചന്ദ്രശേഖർ ആസാദ് ജയിച്ചു കയറി. 51.9% വോട്ടോടെ. 46% മുസ്ലിം വോട്ടുള്ള മണ്ഡലമാണ് നജിന. 2019 56% വോട്ടിന് BSP ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ അവർക്ക് ലഭിച്ചത് കേവലം 1.33% വോട്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5,68,378 വോട്ട് നേടിയ BSP ഇത്തവണ നേടിയത് 13,272 വോട്ട് മാത്രം. BSPക്ക് ലഭിച്ചിരുന്ന ദളിത് മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി ആസാദ് നേടിയെന്നർത്ഥം. UP രാഷ്ട്രീയത്തിൽ ഇത്രയും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന റാഡിക്കൽ ക്രൗഡ് പുള്ളർ നേതാവ് വേറെയില്ല. പടിഞ്ഞാറൻ യുപിയിൽ ഭീം ആർമിയും ആസാദ് രാവണും കൊണ്ടുവന്ന മാറ്റം അതാണ്. സഹാറൻപൂരിലെ ദളിത് വിരുദ്ധ കലാപത്തിൽ എതിർവിഭാഗക്കാരെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് UAPA ചുമത്തപ്പെട്ട് ജയിലിലായ നേതാവാണ് ആസാദ് രാവൺ. സഹാറൻപൂരിനടുത്തുള്ള പ്രദേശം, സംഘർഷങ്ങൾക്ക് കുറവില്ലാത്ത ഇടം, UAPA ചുമത്തപ്പെട്ട് അന്വേഷണ ഏജൻസികളാൽ വേട്ടയാടപ്പെട്ടയാൾ. 14 മാസം വിചാരണയില്ലാതെ പലപ്പോഴും ചികിത്സ പോലും നിഷേധിക്കപ്പെട്ട് ജയിലിൽ. മനുഷ്യാവകാശ കമ്മീഷനും ആംനസ്റ്റി ഇന്റർനാഷണലും ഇടപെട്ടു. പക്ഷേ BSP ഒരക്ഷരം മിണ്ടിയില്ല. സഹാറൻപൂരിലെയും മീററ്റിലെയും ആശുപത്രികളിൽ ആസാദ് മരണാസന്നനാണെന്ന് അമ്മ കമലേഷ് ദേവിയും ഭീം ആർമിക്കാരും നിരാഹാര സമരം നടത്തി അലമുറയിട്ടപ്പോഴും സർക്കാർ കേട്ടില്ല. 20 ദിവസം രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ. ഒടുവിൽ അലഹബാദ് ഹൈക്കോടതി ഇടപെട്ടു, ജാമ്യം അനുവദിച്ചു. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് മറ്റൊരു ഗൂഢാലോചന കേസിൽ അന്വേഷണ ഏജൻസി വീണ്ടും ജയിലിൽ അടച്ചു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ദളിത് നേതാവിനെതിരെ ചുമത്തിയത്. പിന്നെയും കോടതി ഇടപെട്ടു. 15 മാസത്തിനു ശേഷം ജാമ്യം. ഏതായാലും ദളിത് മേഖലയായ ഗഡ്കൌലി ഗ്രാമത്തിൽ ദ ഗ്രേറ്റ് ചമാഴ്സ് ഓഫ് ഗഡ്കൌലി എന്ന പേരിൽ കവാടം വച്ച ജാതി തീട്ടൂരത്തെ വെല്ലുവിളിച്ച ഭീം ആർമിയുടെ ബുദ്ധികേന്ദ്രം ഇത്തവണ പാർലമെന്റിലുണ്ട്. സംവരണ വിരുദ്ധതയും ഹിന്ദുത്വ രാഷ്ട്രീയവും ചെറുക്കാൻ UPയിൽ നിന്ന് ഒരു കനൽ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.